ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 7 ചൊവ്വ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയും നിക്കോദെമോസും തമ്മിലുള്ള സംഭാഷണ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുക. വചനം ഇങ്ങനെയാണ് പറയുക: ഫരീസേരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ശനോട്ട് പറയാണ്, അങ്ങ് ദൈവത്തിൽ നിന്നുള്ള ഒരു ഗുരുവാ. അതിന് കാരണമായിട്ട് പറയണം, ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഒരു അടയാളങ്ങളും ആർക്കും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. യേശു പ്രവർത്തിച്ച അടയാളങ്ങളെയും യേശുവിൻ്റെ സംസാര ശൈലി, യേശുവിൻ്റെ ജീവിത ശൈലികളെ നോക്കിയിട്ട് അവൻ പറയാണ്, നീ സത്യമായിട്ടും ദൈവത്തിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ദൈവം കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. സുഹൃത്ത്, ഇന്ന് നീ ഈ നിക്കോദെമോസിന്റെ ഈ വചനത്തെ ഒന്ന് ജീവിതത്തിലേക്ക് എടുക്കണം. ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൻ്റെ അടയാളങ്ങളും സാന്നിധ്യങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ട്? എത്രമാത്രം ദൈവം പ്രവർത്തിച്ച മേഖലകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്? എത്രമാത്രം ദൈവം നിന്നെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്? അപകടങ്ങളിൽ രക്ഷിച്ചിട്ടുണ്ട്? നീ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം ഉത്തരം തന്നിട്ടില്ലേ? എത്ര പ്രാവശ്യം ആരും ഇല്ലാത്ത സ്വകാര്യതയെ നീ ദുഃഖിച്ചിരുന്നപ്പോൾ ദൈവം നിന്റെ കൂടെ നിന്നിട്ടില്ലേ? എത്രമാത്രം നീ ദൈവത്തിന് നന്ദി പറഞ്ഞ അവസരങ്ങളുണ്ട്? ദൈവിക ഇടപെടലുകൾ നിന്റെ ജീവിതം മുഴുവനുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തെ കണ്ടിട്ട് നീ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സത്യമായിട്ടും ഒരു ദൈവമുണ്ടെന്ന്, സത്യമായിട്ട് ഒരു ദൈവം എന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നന്ദി പറഞ്ഞ് ഒഴിവാക്കിയതുള്ളോ? അത് ആ ബോധ്യം നിന്നിൽ തിളച്ചു നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദൈവം സത്യവാനാണെന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും പ്രവർത്തിക്കുമെന്നും നാളെയും പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ സങ്കടങ്ങൾ നീ തകരത്തില്ല. ഉണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ കാറ്റ് ആഞ്ഞടിച്ചാലും നിന്നെ ബാധിക്കത്തില്ല. ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതാ ലോകത്തിലെ പരാജയം. തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ആ തിരിച്ചറിവ് നിലനിൽക്കാതെ പോകുന്നതായിരിക്കും നിന്റെ പരാജയം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്നെ തിരിച്ചറിയുവാനും ആ ബോധ്യത്തിൽ നിലനിൽക്കുവാനും എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.